ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 7 ഘട്ടങ്ങളായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 64.2 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായും ഇത് റെക്കോർഡ് നേട്ടമാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. അക്കാദമിക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷം 220 അധ്യയന ദിവസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ വ്യാപക മഴ തുടരും. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച രാജ്യത്തെ ഓഹരി വിപണികൾ. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 7 ഘട്ടങ്ങളായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പൂർത്തിയായി. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണാൻ ആരംഭിക്കുക. ആദ്യ ഫല സൂചനകൾ 8:30 പുറത്തുവരും. കേരളത്തിൽ വോട്ടെണ്ണലിനായി 20 കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ത്രിതല പോലീസ് ബന്ദോബസ്ത് സംവിധാനമുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സിസിടിവി നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം തത്സമയം അറിയാൻ ഏകീകൃത സംവിധാനവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുണ്ട്. results.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയും തത്സമയ വിവരം ലഭിക്കും. ആന്ധ്രാപ്രദേശ്, ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും നാളെ നടക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് മാർ ഇവാനിയോസ് കോമ്പൌണ്ടിലെ കേന്ദ്രത്തിൽ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോമ്പൌണ്ടിലെ 11 ലൊക്കേഷനുകളിലായി 16 സെന്ററുകളിലാണ് ആറ്റിങ്ങൽ, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇവിഎം, പോസ്റ്റൽ ബാലറ്റ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇരു മണ്ഡലങ്ങളുടെയും ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകൾ നാളെ രാവിലെ 5:30 തുറക്കും. 20% റിസർവ് ഉൾപ്പെടെ ആകെ 1200 കൌണ്ടിംഗ് ജീവനക്കാരാണ് ഡ്യൂട്ടിയിലുണ്ടാവുക. പ്രവേശന കവാടം മുതൽ പ്രത്യേക ചൂണ്ടുപലകകൾ, കൌണ്ടിംഗ് സംബന്ധമായ സംശയങ്ങൾക്കായി ഹെൽപ്പ് ഡെസ്ക് എന്നിവയും ഉണ്ടാകും. വോട്ടെണ്ണൽ ഫലം വേഗത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നൽകാൻ IT ഉപകരണങ്ങൾ അടക്കമുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാട് കുന്ന് JDGEയിൽ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മേഖലയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5 മണിക്ക് നിലവിൽ വന്ന നിരോധനാജ്ഞ ബുധനാഴ്ച രാവിലെ 10 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കേന്ദ്രസേനയുടെ സാന്നിധ്യമുണ്ടാകും. നാദാപുരം, കുറ്റ്യാടി, വടകര മണ്ഡലങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കും. വടകര മേഖലയിൽ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നാളെ വൈകുന്നേരം 7 മണിക്ക് മുമ്പായി അവസാനിപ്പിക്കണം. വാഹന പ്രകടനങ്ങൾ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ കേന്ദ്രീകരിക്കണം. ആഹ്ലാദ പ്രകടനങ്ങളുടെ റൂട്ട് കൃത്യമായി പോലീസിനെയും അറിയിക്കണം. സ്ഥാനാർത്ഥി ആഹ്ലാദ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ വിവരവും പോലീസിനെ അറിയിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 64.2 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് റെക്കോർഡ് നേട്ടമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. 31.2 കോടി വനിതാ വോട്ടർമാരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്താതിരുന്ന തിരഞ്ഞെടുപ്പിൽ 39 മാത്രമാണ് റീപോളിംഗ് വേണ്ടിവന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് ലഭിച്ച 495 പരാതികളിൽ 90% സമയബന്ധിതമായി പരിഹരിച്ചു. ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ കമ്മീഷൻ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ശ്രീ രാജീവ് കുമാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാർ വീണ്ടും ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. എല്ലാ എക്സിറ്റ് പോളുകളും ഈ വിജയം പ്രവചിച്ചു കഴിഞ്ഞതായും ദക്ഷിണേന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത മുന്നേറ്റം ബിജെപിക്കുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം എക്സിറ്റ് പോളിനെ പൂർണ്ണമായും വിശ്വസിക്കാനാവില്ലെന്ന് വടകര മണ്ഡലം LDF സ്ഥാനാർത്ഥിയും MLAയുമായ KK ശൈലജ പ്രതികരിച്ചു. ഒരു ചാനലിലെ എക്സിറ്റ് പോളിൽ വലിയ തോതിൽ വിജയിക്കുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥി മറ്റൊരു ചാനലിൽ പരാജയപ്പെടുമെന്ന് പറയുന്നതായും KK ശൈലജ കണ്ണൂർ ചിറ്റാരിപ്പറമ്പിൽ ആകാശവാണിയോട് പറഞ്ഞു.
എക്സിറ്റ് പോൾ ഫലങ്ങളായിരിക്കില്ല യഥാർത്ഥ ഫലങ്ങളെന്നും വോട്ടെടുപ്പ് ദിനത്തിലെ അതേ ആത്മവിശ്വാസം തന്നെ ഇപ്പോഴുമുണ്ടെന്നും തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശശി തരൂർ പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. 40 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളിലേക്ക് എത്തിയത്. 2.5 ലക്ഷത്തോളം കുട്ടികൾ പുതിയതായി 1ാം ക്ലാസ്സിലേക്ക് ചേരാനെത്തി. ജില്ലാതലത്തിലും സ്കൂൾ തലങ്ങളിലും സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവങ്ങൾ നടന്നു. ലക്ഷദ്വീപിൽ കവരത്തി കേന്ദ്രീയ വിദ്യാലയത്തിലും പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചു. അക്കാദമിക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഈ വർഷം 220 അധ്യയന ദിവസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കഴിഞ്ഞ വർഷം ഇത് 205 ദിവസമായിരുന്നു. ഒരു ജില്ലയിൽ ഒരു മോഡൽ സ്കൂൾ എന്നത് ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും ഭിന്നശേഷി സൌഹൃദമായിരിക്കും സംസ്ഥാനത്തെ സ്കൂളുകളെന്നും സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കേരളത്തിൽ വ്യാപക മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള തീരത്ത് ചക്രവാത ചുഴിയും പടിഞ്ഞാറൻ കാറ്റും നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടും കാറ്റോടും കൂടിയ വ്യാപക മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 മുതൽ 7-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി രൂപീകരിക്കുന്ന ഉന്നതി ക്ലബിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശൂർ ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിർവഹിച്ചു. SSLC വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം, പഠനോപകരണ വിതരണം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ ചെലവൂർ വേണു കോഴിക്കോട് അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ഫിലിം സൊസൈറ്റി പ്രവർത്തകനെന്ന നിലയിലും പ്രശസ്തനായിരുന്നു. 1971 മുതൽ കോഴിക്കോട്ടെ അശ്വനി ഫിലിം സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു. ചെലവൂർ വേണുവിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. മുതലപ്പൊഴിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകട മരണങ്ങളിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ മാർച്ച് നടത്തി. രാവിലെ 10:30-ന് പെരുമാതുറയിൽ നിന്നാരംഭിച്ച മാർച്ചിനെ തുടർന്ന് അഞ്ചുതെങ്ങ് പെരുമാതുറ തീരദേശ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മത്സ്യത്തൊഴിലാളി നേതാക്കളെ സർക്കാർ ചർച്ചയ്ക്ക് ക്ഷണിച്ചതിനെ തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ന് രാത്രി 8-ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാവിലെ നടന്ന മത്സരത്തിൽ ഒമാനെതിരെ നമീബിയ 11 റൺസിന് വിജയിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഓഹരി വിപണികളിൽ റെക്കോർഡ് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 2507 പോയിന്റ് ഉയർന്ന് 76,469-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 733 പോയിന്റ് നേട്ടത്തിൽ 23,264-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ഏകദേശം 12.48 ലക്ഷം കോടി രൂപയുടെ നേട്ടമാണ് നിക്ഷേപകർക്കുണ്ടായത്. അദാനി ഗ്രൂപ്പുകളുടെ ഓഹരികൾ വൻ നേട്ടമുണ്ടാക്കി. സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ്. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 6,610 രൂപയും പവന് 320 രൂപ കുറഞ്ഞ് 52,880 രൂപയുമാണ് ഇന്നത്തെ വില. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയിട്ടില്ലെന്ന് മന്ത്രി എം.ബി. രാജേഷ്. സർക്കാർ കൂട്ടുത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് ഒരാഴ്ച പോലും ആയുസ്സുണ്ടായില്ലെന്നും ആരോപണമുയർന്ന 10 മിനിറ്റിനുള്ളിൽ അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷം പോലും കരുതിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വഴുതക്കാട് വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനം മേധാവിയും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ ഗംഗാ സിംഗ് അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 7 ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നാളെ. വോട്ടെണ്ണൽ രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. സംസ്ഥാനത്തും വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് 64.2 കോടി വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായും ഇത് റെക്കോർഡ് നേട്ടമാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. അക്കാദമിക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഈ വർഷം 220 അധ്യയന ദിവസം ഉറപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കേരളത്തിൽ വ്യാപക മഴ തുടരും. എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. എക്സിറ്റ് പോളുകളുടെ പശ്ചാത്തലത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച് രാജ്യത്തെ ഓഹരി വിപണികൾ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.